നമസ്കാരം. സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്വിംഗ് ട്രേഡിംഗ് എന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു നല്ല മെത്തേഡാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ROE ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഈ ഒരു മെത്തേഡ് ആർക്ക് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എന്നെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, എൻ്റെ പേര് ജിബിൻ, ഞാനൊരു ഇടുക്കിക്കാരനാണ്. അപ്പം ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 100% സത്യസന്ധതയോടു കൂടിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് പൂർണ്ണമായിട്ട് വിജയകരമായി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പിക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചറാണത്. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെയുള്ള പിക്ചർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ്, ടീച്ചർ പഠിപ്പിക്കുന്നു, അതിനൊപ്പം തന്നെ കുട്ടികൾ ആക്റ്റീവായിട്ട് കൈകൾ ഉയർത്തി അവരുടെ ഡൗട്ട്സും ആശയങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പം ഈ ഒരു ക്ലാസ് റൂം നല്ലൊരു റെസ്പോൺസീവ് ക്ലാസ് റൂമാണെന്ന് പറയാൻ സാധിക്കും, നല്ലൊരു സക്സസ്ഫുൾ ക്ലാസ് റൂമാണെന്ന് പറയാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ ഒരു എൻറ്റയർ കോഴ്സും സക്സസ്ഫുള്ളായി മാറ്റണമെങ്കിൽ നല്ലൊരു റെസ്പോൺസീവ് ക്ലാസ് റൂമായി മാറണം. അപ്പം ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ടീച്ചർ എന്ന നിലയിൽ ഞാൻ എൻ്റെ 100% എഫേർട്ട് എടുക്കാൻ റെഡിയാണ്. അപ്പം സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങളും നിങ്ങളുടെ 100% എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു എൻറ്റയർ കോഴ്സ് സക്സസ്ഫുള്ളായി മാറത്തുള്ളൂ. ഓക്കെ. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തകളിൽ നിങ്ങൾ ബിസി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ നല്ലൊരു ടൈമല്ല. അപ്പം നിങ്ങൾ കുറച്ച് ടൈം മാറ്റി വെക്കുക, അതിനുശേഷം നല്ല ഫ്രീ മൈൻഡോട് കൂടി ഈ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾ ആർ യു റെഡി ടു ലേൺ സ്വിംഗ് ട്രേഡിംഗ്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എസ് എന്ന് ഏതൊരു ടൈമിലാണോ നിങ്ങൾ കണ്ടെത്തുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റോക്ക് മാർക്കറ്റ് വാസ് അതർ ജോബ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും അതർ ജോബും തമ്മിലൊന്ന് ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ട്രേഡേഴ്സും ഒരുപാട് സക്സസ്ഫുൾ സ്റ്റോക്ക് ട്രേഡേഴ്സ് കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് സക്സസ്ഫുൾ അതർ ജോബ് ചെയ്യുന്നവരും കിട്ടും. ഓക്കെ. അവരുടെ പിന്നിലെ ബാക്ക് എൻഡ് പ്രോസസ്സ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം സെയിം ആണ് രണ്ടുപേരുടെയും ബാക്ക് എൻഡ് പ്രോസസ്സ്. അപ്പം അതർ ജോബ്സിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ടൈലർ എന്നൊരു കാറ്റഗറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈലർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ ഡോക്ടർ ആകാം. ഇതെല്ലാം അതർ ജോബ്സിൽ പെടുന്നതാണ്. അപ്പം ഈ ഒരു തയ്യൽക്കാരൻ ഒരു സക്സസ്ഫുൾ തയ്യൽക്കാരനായി മാറുന്നത് എങ്ങനെയാണ്? ആദ്യമേ അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തയ്യലൊന്നും അറിയത്തില്ല. അദ്ദേഹം ഒരു തയ്യൽ അറിയാവുന്ന ആളുടെ അടുത്ത് പോയിട്ട് ആ തയ്യൽ അറിയാവുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കുന്നു ആദ്യമേ. അതിനുശേഷം പതിയെ പ്രാക്ടിക്കലായിട്ട് ചെറിയ ചെറിയ തുണിക്കഷ്ണങ്ങൾ തുന്നി പഠിക്കുന്നു. അപ്പോൾ അവിടെ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പതുക്കെ അത് സോൾവ് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനുമാണ് അദ്ദേഹം നല്ലൊരു തയ്യൽക്കാരനായി മാറാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ ഒരു ഫീൽഡിൽ സർവൈവ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് ഒരു സ്റ്റോക്ക് ട്രേഡറും. അവരുടെ ബാക്ക് എൻഡ് പ്രോസസ്സ് നോക്കുവാണെങ്കിൽ അവർ ഇന്ന് സക്സസ്ഫുൾ ആയത് അവർ ജനിച്ചപ്പോൾ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം അവരാദ്യമേ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല നോളജ് ശേഖരിച്ചു. അവരത് കണ്ടും കേട്ടും പഠിച്ചു. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവർ പതിയെ മാർക്കറ്റിൽ അവർ പഠിച്ച മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ അകത്തുണ്ടായ തെറ്റുകൾ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോയാണ് ഇന്ന് അവർ നല്ല സ്റ്റോക്ക് ട്രേഡേഴ്സായി മാറുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ജോബ് ആണെങ്കിലും അത് സർവൈവ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയറുണ്ട്. ആ ഒരു പ്രൊസീജിയേഴ്സ് കോമൺ ആണ്. നമ്മൾ കണ്ടും കേട്ടും പഠിക്കണം, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കണം. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ജോബിൽ സക്സസ്ഫുള്ളായി മാറി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. ഇനി ഈസ് ഇറ്റ് പോസിബിൾ ടു ക്രാക്ക് സ്റ്റോക്ക് മാർക്കറ്റ്? തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻ യെസ് എന്നാണ്. നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു ഡ്രീം ജോബ്, എക്സാമ്പിളായിട്ട് നമുക്കൊരു എഞ്ചിനീയർ ആണ് ആകേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് ആകേണ്ടതെങ്കിൽ നമ്മൾ എന്താണ്, ആദ്യമേ 1 തൊട്ട് 10 വരെ പഠിക്കും, അതിനുശേഷം +1 +2 പഠിക്കും, അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ കോഴ്സിൽ സബ്ജക്റ്റിൽ നമ്മൾ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും എടുക്കും. അപ്പം ഇത്രയും വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട്
എഞ്ചിനീയറായി മാറുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സക്സസ്ഫുള്ളായിട്ട് ഒരു സ്റ്റോക്ക് ട്രേഡറായി മാറണമെങ്കിൽ ഇവിടെയും നമുക്ക് നല്ല നോളജ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ നല്ല ഡെഡിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, നല്ല പേഷ്യൻസ്, കൺസിസ്റ്റൻസി, എക്സിക്യൂഷൻ പവർ, ഇത്രയും കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഫീൽഡിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് നമുക്ക് ഡ്രീം ജോബുണ്ട്, നമുക്ക് ഡ്രീമിൽ നമുക്ക് നല്ലൊരു സ്വിംഗ് ട്രേഡർ ആകണം എന്നുണ്ടെങ്കിൽ ഈ ഉള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി പവർ ഓഫ് റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷനാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ചിലവർക്കറിയാം, ചിലവർക്ക് അറിയത്തില്ല. നമ്മളെല്ലാവരും ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, നോർമലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങും. അത് എഫ് ടിയിലൊക്കെ ആയിരിക്കും നോർമലായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഫ് ടി അല്ലെങ്കിൽ എസ് ഐ പിയിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ എഫ് ടിയിലായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇനിഷ്യൽ എമൗണ്ട് ആയിട്ട് 1,00,000 രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രിൻസിപ്പളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? അവിടെ എഫ് ടിയിലൊക്കെ നമ്മൾ 7% ആവറേജിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 15 വർഷത്തേക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് ഇയർലിയിലെങ്കിൽ നമുക്ക് 1,00,000 രൂപ എന്നത് ഒരു 15 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് കൂട്ടി ടോട്ടലായിട്ട് 2,75,903 രൂപ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ ഏകദേശം 2 മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയാൻ സാധിക്കും. അതേ സിറ്റുവേഷനിൽ നമുക്ക് മറ്റൊരു മെത്തേഡാണ്, ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, 1,00,000 രൂപ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഫ് ടിയിൽ 7% ആണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, 40%. അപ്പം ഈ ഒരു 40% അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഡിസ്കസ് ചെയ്യും. നമ്മൾ ടൈം പീരീഡ് എത്രയാണ്, 15 വർഷമാണ് അവരും എടുക്കുന്നത്. അപ്പം അവരുടെയും കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്, ഇയർലിയിൽ. അപ്പോൾ ഓരോ ഇയർലിയിലും അവർ 40% റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 1,00,000 എന്ന പ്രിൻസിപ്പൽ എമൗണ്ട് 15 വർഷം കഴിയുമ്പോഴത്തേനും 1,55,56,810 രൂപയായി മാറും. അതായത് 155 ഗുണം ഇരട്ടിയായിട്ട് മാറും. അപ്പം ഇതാണ് ഈ ഒരു റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബ്യൂട്ടി, പവർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ 7% റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എഫ് ടിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ 2,75,000 രൂപയിലാണ് കൊണ്ടിരുന്നത്. അതായത് 2 ഇരട്ടിയിലായിട്ടാണ് കൊണ്ടിരുന്നത്. അതേ സമയത്ത് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ കൂടുതലായിട്ട് ഈ 40% ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു 30 അല്ലെങ്കിൽ 40%ലേക്കെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് അത് 100, 150, 200 ഗുണയായിട്ട് മൾട്ടിപ്പിൾ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പവർ ഓഫ് റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ട്രേഡിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 40% റിട്ടേൺ അച്ചീവ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കുറേ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് 40% റിട്ടേൺ അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇവിടെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതിൻ്റെ അകത്ത് പെടുന്നതാണ് ഡേ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്. രണ്ടാമത്തെ സെക്ഷനാണ് മൾട്ടി സെഷൻ. അതിൻ്റെ അകത്ത് പെടുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷൻ ട്രേഡിംഗ്, ലോങ് ടൈം. അപ്പം എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു രാവിലെ തന്നെ നമ്മളൊരു എൻട്രി എടുത്തിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എൻട്രി എടുത്തിട്ട് അന്നേ ദിവസം തന്നെ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്ന മെത്തേഡ്സിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻട്രാഡേയുടെ കോൺസെപ്റ്റ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മൾട്ടി സെഷൻ എന്താണ്? ഇന്നത്തെ ഒരു ദിവസം എൻട്രി എടുത്തിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ അകത്ത് എക്സിറ്റ് ആകത്തില്ല. നാളെയോ നാളത്തെ കഴിഞ്ഞോ 1-2 ആഴ്ചകളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞിട്ട് എക്സിറ്റ് ആകുന്ന ആ ഒരു കുറച്ച് വർഷങ്ങളോ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എക്സിറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മൾട്ടി സെഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടി സെഷൻ മെത്തേഡ്സിൻ്റെ അകത്ത് സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, പൊസിഷൻ ട്രേഡിംഗ് ഉണ്ട്, ലോങ് ടൈം ട്രേഡിംഗ് ഉണ്ട്. ബട്ട് നമ്മൾ ആ ഒരു മൾട്ടി സെഷൻ്റെ അകത്ത് സ്വിംഗ് ട്രേഡിംഗ് എന്ന കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങും അല്ലെങ്കിൽ മൾട്ടി സെക്ഷൻ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്പർ ഓഫ് ട്രേഡ്സ് സ്വിംഗ് ട്രേഡിങ്ങിൽ കുറവായിരിക്കും.
ഞാൻ പർട്ടിക്കുലറായിട്ട് സ്വിംഗ് ട്രേഡിംഗ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ടൈം റിക്വയർഡ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ടൈം റിക്വയർഡ് കുറച്ച് മതി. ഓക്കെ, ഇനി സ്കിൽ റിക്വയർഡ് അതും കുറച്ച് മതി. ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല സ്കിൽ റിക്വയർഡ് വേണം, നല്ല ടൈം വേണം, ഫുൾ ടൈമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ് ഇൻട്രാഡേയിൽ വളരെ 100% മെൻ്റൽ സ്ട്രെസ്ഡ് ആണ്. ഇവിടെ നമ്മൾ നല്ല മണി മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ മൾട്ടി സെഷൻ ട്രേഡിങ്സിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ബ്യൂട്ടി. ഇനി ഡിസിഷൻ മേക്കിംഗ് സ്പീഡ് ഇൻട്രാഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടി സെഷൻ ഏത് മെത്തേഡ്സ് ആണെങ്കിലും അവിടെ ഡിസിഷൻ മേക്കിംഗ് സ്പീഡ് കുറച്ച് മതി. ഇനി ടെക്നിക്കൽ അനാലിസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് വേണം. അപ്പം അതിനേക്കാളും കുറച്ച് കുറവ് മതി സ്വിംഗ് ട്രേഡിങ്ങിന്. എന്ന് പറഞ്ഞ് സ്വിംഗ് ട്രേഡിങ്ങിന് ടെക്നിക്കൽ അനാലിസിസിന് വളരെ പവറുണ്ട്. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസിന് വളരെ പവറുണ്ട്, വളരെ പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തണം. ഞാനിവിടെ പറഞ്ഞത് എന്താണ്, ഇൻട്രാഡേനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് കുറവ് മതി. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രാഡേയും മൾട്ടി സെക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ആക്യുറസി നമ്മളെടുക്കുന്ന എൻട്രീസ് അത് വിന്നിങ് റേറ്റ് കൂടുതലായിരിക്കും നമുക്ക് സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ മൾട്ടി സെക്ഷനിൽ. ഇൻട്രാഡേയിൽ നമുക്ക് ആക്യുറസി അല്ലെങ്കിൽ വിന്നിങ് റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മൾട്ടി സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിലും നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേയിൽ നടത്തുന്നതിനേക്കാളും കൂടുതൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ ഒന്ന് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളിവിടെ ലോ ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ആ ഒരു ട്രേഡിംഗ് മെത്തേഡ്സിന് ആ ഒരു പർട്ടിക്കുലർ കാര്യം കൂടുതൽ വേണം എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഈസ് എ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ദാറ്റ് അറ്റംപ്റ്റ് ടു ക്യാപ്ചർ ഷോർട്ട് ടൈം ടു മീഡിയം ടൈം ഗെയിൻ ഇൻ എ സ്റ്റോക്ക് or any financial instrument over a period of few days to several weeks. ഇതൊരു ട്രേഡിംഗ് സ്റ്റൈലാണ്. ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈം ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഗോൾഡിലും അല്ലെങ്കിൽ നിഫ്റ്റി എന്ന ഇൻഡെക്സിന് നിഫ്റ്റി ബീസ് ഉണ്ട്, ഗോൾഡ് ബീസ് ഉണ്ട്, ഇതിലൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. അത് കുറച്ച് ദിവസങ്ങൾ തൊട്ട് കുറച്ച് വീക്സുകളാണ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഷോർട്ട് ടു മീഡിയം ടൈം റിട്ടേൺ എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ടൈമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിന് 20% വെയിറ്റേജ് കൊടുക്കും. ഓക്കെ, അതെന്തിനാണ്? നമുക്ക് ക്വാളിറ്റി സ്റ്റോക്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആയിരക്കണക്കിന് സ്റ്റോക്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ക്വാളിറ്റി സ്റ്റോക്സ് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ്, നമുക്ക് ഫ്രീ സ്കാനർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊരു പർട്ടിക്കുലറായിട്ടൊരു ഫ്രീ സ്കാനർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യമേ ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിച്ചതിന് ശേഷം ഒരു ഫ്രീ സ്കാനർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു 5000 അല്ലെങ്കിൽ 4000 3000 സ്റ്റോക്സിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു 10 15 20 സ്റ്റോക്സ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അത് ആ സ്ക്രീനറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് അത്ര പവറുണ്ട്. ആ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഏറ്റവും ക്വാളിറ്റിയിലുള്ള സ്റ്റോക്സ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഒതുങ്ങുന്ന സ്റ്റോക്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിസ് സ്വിംഗ് ട്രേഡിങ്ങിൽ 20% ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിന് ഇമ്പോർട്ടൻസ് എത്രയുണ്ട്? 80%. അപ്പം ഇവിടെ ടെക്നിക്കൽ അനാലിസിന് വളരെ വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ നല്ല എൻട്രി, നല്ല എക്സിറ്റ്, നല്ല മണി മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊരു പൊസിഷനിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കണം അല്ലെങ്കിൽ ബൈ ചെയ്യണം എന്ന് കണ്ടെത്തുന്നത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴിയാണ്. അതുപോലെ തന്നെ ഏതൊരു റീജിയണിൽ നമ്മളത് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകണമെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടെക്നിക്കൽ അനാലിസിസ് വഴിയാണ്. എൻട്രി എടുക്കാൻ റീജിയൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ടിൽ എൻട്രി എടുക്കണം എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് സ്റ്റോക്കിൽ നിന്ന്
ക്വാളിറ്റിയിലുള്ള കുറച്ച് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം ആ ഓരോ സ്റ്റോക്കിൻ്റെ ചാർട്ടും ഓപ്പൺ ആക്കി ടെക്നിക്കൽ അനാലിസിസ് നടത്തി അതിൻ്റെ അകത്ത് നമുക്ക് നല്ല എൻട്രീസ് കിട്ടുന്ന സ്റ്റോക്കുകൾ മാത്രം എടുത്ത് അതിൻ്റെ അകത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് എൻട്രി എടുക്കുന്നത്? നല്ല മണി മാനേജ്മെൻറ്റോട് കൂടിയാണ് എൻട്രി എടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന കംപ്ലീറ്റ് മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ അനാലിസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതിനേക്കാളും 4 ഇരട്ടി ഇമ്പോർട്ടൻസ് ഉണ്ട് ടെക്നിക്കൽ അനാലിസിന് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എത്ര ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്ന് ചോദിക്കാം. അപ്പം ഇവിടെ നമുക്ക് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് നമ്മുടെ ഇഷ്ടമാണ്. എത്ര എമൗണ്ട് വെച്ചാണെങ്കിലും നമുക്ക് സ്വിംഗ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും മതി. അപ്പോൾ കുറച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും അത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി എക്സ്പെക്റ്റഡ് ROI, നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മളൊരു 30% മിനിമം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിന്നിംഗ് പ്രോബിലിറ്റി 70% എബോ വിന്നിംഗ് പ്രോബിലിറ്റി ഉണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന്. ബാക്കിയുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും 70% വിന്നിംഗ് പ്രോബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ വലിയ ടൈം ഫ്രെയിമിലാണ് ഈ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലാതെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിലല്ല നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ വളരെ വലിയ ടൈം ഫ്രെയിമിൽ പോയി നമ്മൾ വ്യക്തമായിട്ട് ചാർട്ടിൽ എന്താണ് കാണുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കാണുന്നത്, അതനുസരിച്ചാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. മാർക്കറ്റ് 100% ക്ലോസിങ് തന്നതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്ലോസിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ബട്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എന്താണ് ഫ്ലക്ച്വേഷൻസ് ആണ് ഉണ്ടാകുന്നത് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ അവിടെ വിന്നിംഗ് പ്രോബിലിറ്റി കൂടുതലാണ്. അതായത് 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 7 ട്രേഡ് നമുക്ക് മിനിമം വിജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി സ്കിൽ റിക്വയർഡ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഏത് പ്രൊഫഷൻ ചെയ്യുന്നവരാണെങ്കിലും, അതായത് ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പെയിൻറ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു കർഷകനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആണെങ്കിലും, ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ആർക്ക് വേണമെങ്കിലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു ബിഗിനർ തൊട്ട് ഏത് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും, അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും, മീഡിയം ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ടൈം റിക്വയർഡ് വളരെ ചെറിയൊരു ടൈം മാത്രം മതി ഇത് പഠിച്ചെടുക്കുന്നതിനല്ല, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എഫേർട്ട് എടുക്കണം. അതിനുശേഷം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് അധികം ടൈമിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫേർട്ട് എടുക്കണം, അതൊരു ഏതൊരു മെത്തേഡാണെങ്കിലും. അത് ഒന്ന് പഠിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലായി. വളരെ സിമ്പിളായിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആയിരക്കണക്കിന് സ്റ്റോക്കിൽ നിന്ന് കുറച്ച് സ്റ്റോക്സ് നമ്മുടെ കയ്യിലേക്ക് വരും. അതിൻ്റെ അകത്ത് ചാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നു, പ്രൈസ് ആക്ഷൻ നോക്കുന്നു, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന സ്റ്റോക്ക് ആണെങ്കിൽ ഓക്കെ അതിൻ്റെ അകത്തൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു, എത്ര എമൗണ്ട് എൻട്രി എടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എൻട്രി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൂളായിട്ട് നമ്മുടെ ജോബിന് മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, സ്റ്റോക്കിൽ എൻട്രി എടുത്തതിന് ശേഷം എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് തരുന്നത്. അപ്പം അത് 1, 2, 3 ആഴ്ചകൾ അല്ലെങ്കിൽ 1, 2 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും അത് നമുക്ക് നല്ലൊരു റിട്ടേൺ തരുവാണെങ്കിൽ നമുക്ക് പതുക്കെ എക്സിറ്റ് ആവും. ഇത്രയും വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി റിസ്ക് റിവാർഡ് നമ്മൾ മിനിമം 1:2 റിസ്ക് റിവാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ മാർക്കറ്റിലേക്ക് 10 രൂപ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് 20 രൂപ എടുക്കാനുള്ള പൊട്ടൻഷ്യലോട് കൂടിയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ് പഠിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കീ പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ സർവൈവ് ചെയ്യാം, അത് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം അത് ലോസിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കട്ട് ചെയ്യാൻ പഠിക്കണം. അത് ഇനി മുകളിലേക്ക് തിരിച്ചു വരും എന്ന് ഓർത്തുകൊണ്ടല്ല ഇരിക്കുന്നത്. അത് കട്ട് ചെയ്യാൻ പഠിക്കണം, കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിനുശേഷം പ്രോഫിറ്റിൽ പോകുന്ന സ്റ്റോക്കുകൾ അത് കൂടുതൽ പ്രോഫിറ്റിലേക്ക് റൺ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ മാർക്കറ്റിലൊരു 10,000 രൂപയും കൊണ്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു 10,000 രൂപ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ 10,000 എന്നത് എന്താണ്? 100% ക്യാപിറ്റലാണ്. ആ ഒരു 100% ക്യാപിറ്റൽ പതുക്കെ 130% ക്യാപിറ്റലിലേക്ക് ആക്കിയെടുക്കാൻ നോക്കണം. പതുക്കെ. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഫോക്കസ് ഓൺ ലേണിംഗ്, നോട്ട് ഓൺ പ്രോഫിറ്റ്. സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ പഠിച്ച ഉടനെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നല്ല നോക്കേണ്ടത്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം പ്രാക്ടിക്കലായിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളത് എക്സ്പീരിയൻസ് ആകും. അതിനുശേഷം ഇപ്പം ഇന്ന് 10,000 രൂപയിൽ നിന്ന്
വെച്ച് എൻട്രി എടുത്തിട്ട് അതിൻ്റെ അന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാളെ 1,00,000-ൽ നിന്നും അതിലും കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഫോക്കസ് ഓൺ ലേണിംഗ് സ്റ്റാർട്ടിങ്ങിൽ, അതിനുശേഷമാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് ഫോക്കസ് ഓൺ പ്രോഫിറ്റിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി ഷാർപ്പൻ യുവർ നോളജ്. നമ്മുടെ നോളജ് അത് മാക്സിമം ഞാൻ എടുക്കുന്ന എഫേർട്ടിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കോൺസെപ്റ്റിൽ ഞാൻ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും നിങ്ങളെ പഠിപ്പിക്കും. അത് പൂർണ്ണമായിട്ട് 100%. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇനിയും മോഡിഫൈ ചെയ്ത് മുമ്പോട്ട് എങ്ങനെ കയറാം, ഇനിയും നല്ല മുമ്പോട്ട് പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നോളജ് അത് ഇൻക്രീസ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഓക്കെ, നല്ല കൺസിസ്റ്റൻസിയോടുകൂടി റൂൾസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കും.